പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റായ 5 ടോപ്പ് ലോഡ് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഈ 2026 നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന കുറച്ച് ടോപ്പ് ലോഡ് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. നിങ്ങൾ ഈ വാഷിംഗ് മെഷീനുകൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ അനുദിനം അല്ലെങ്കിൽ ഓരോ സ്റ്റോക്ക് വരുമ്പോഴും വാഷിംഗ് മെഷീനുകളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഷിംഗ് മെഷീനുകളുടെ മാത്രമല്ല, എല്ലാ ഹോം അപ്ലയൻസുകളുടെയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും വില എല്ലാ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നതിനേക്കാൾ വില കൂടുതലാണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഹോം അപ്ലയൻസുകൾ പർച്ചേസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ബെസ്റ്റ് ആയിട്ടുള്ള ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുകളെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അവയുടെ ബിൽഡ് ക്വാളിറ്റി, അതേപോലെ തന്നെ നമുക്ക് എത്ര കാലം കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്നു, അവയുടെ സർവീസ് അവൈലബിലിറ്റി, അതേപോലെ തന്നെ സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി മുതലായിട്ടുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ്. ഞാനൊരു വാഷിംഗ് മെഷീൻ്റെ ടെക്നീഷ്യനാണ്. എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ നിന്നാണ് ഈ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 5 വാഷിംഗ് മെഷീനുകളുടെ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കുമ്പോൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് എത്ര കപ്പാസിറ്റി ഉള്ള വാഷിംഗ് മെഷീനുകൾ വേണമെന്നുള്ളതാണ്. നമ്മളൊരു 3 മുതൽ 6 വരെ മെമ്പർമാരുള്ള കുടുംബമാണെങ്കിൽ നമുക്കൊരു 7 to 8 കിലോ വാഷിംഗ് മെഷീൻ നമുക്ക് ആവശ്യമായിട്ട് വരത്തുള്ളൂ. ഇത് കൂടുതൽ അംഗങ്ങളുള്ളതാണെങ്കിൽ നമുക്ക് വലിയ വാഷിംഗ് മെഷീനുകൾ സെലക്ട് ചെയ്യാവുന്നതുമാണ്. വാഷിംഗ് മെഷീനുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ വലിയ അളവോ അല്ലെങ്കിൽ ചെറിയ അളവോ ഉള്ള വാഷിംഗ് മെഷീൻ നമ്മൾ വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കപ്പാസിറ്റി കൂടിയ വാഷിംഗ് മെഷീനാണ് വാങ്ങിച്ചത് എന്നിരിക്കട്ടെ, നമുക്കൊരു 7 കിലോയുടെ ആവശ്യമുള്ളൂ. നമ്മളൊരു 10 കിലോയുടെ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അതിനകത്ത് സ്ഥിരം 7 കിലോയിൽ താഴെ വെയിറ്റ് മാത്രമേ ഇട്ട് വർക്ക് ചെയ്യിപ്പിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ സ്ഥിരം കുറഞ്ഞ വെയിറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു 10 കിലോയ്ക്ക് ആവശ്യമായിട്ടുള്ള കൗണ്ടർ വെയിറ്റ് കൊടുത്താണ് ഈ ഒരു വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ അലൈൻമെൻറ്റ് തകരാറിലാവുകയും ഇവയുടെ ഡ്രമ്മ് വളരെ പെട്ടെന്ന് ഒടിഞ്ഞു പോകാനും, അതേപോലെ തന്നെ ഇവയുടെ ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള വാഷിംഗ് മെഷീൻ മാത്രം സെലക്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ വാഷിംഗ് മെഷീനുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവ സ്ഥാപിക്കുന്ന സ്ഥലം വളരെ ലെവലായിട്ടുള്ള സ്ഥലത്ത് സ്ഥാപിക്കുക. അതേപോലെ തന്നെ ഈർപ്പമില്ലാത്ത സ്ഥലത്ത് പരമാവധി വാഷിംഗ് മെഷീനുകൾ സ്ഥാപിക്കാൻ നോക്കുക. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന വാഷിംഗ് മെഷീനുകൾ മുഴുവൻ ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള വാഷിംഗ് മെഷീനുകളാണ്. അധികം എല്ലാത്തിനകത്തും കൺട്രോളിങ് PCB പാനലുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈർപ്പം കൂടുതലായിട്ടുള്ള ഏരിയയിലാണ് ഈ വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത് എങ്കിൽ ഇവയുടെ ഈ ഒരു PCB ബോർഡുകളൊക്കെ വളരെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ വാഷിംഗ് മെഷീനുകളിനകത്ത് ഒരു കാരണവശാലും നിങ്ങൾ സോപ്പ് പൊടി ഉപയോഗിക്കരുത്, മറിച്ച് വാഷിംഗ് മെഷീനകത്ത് ഉപയോഗിക്കുന്ന വാഷിംഗ് ലിക്വിഡുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സോപ്പ് പൊടികൾ ഇതിൻ്റെ ഡ്രമ്മിൻ്റെ അലോയ് ഭാഗത്ത് പോയി പറ്റിപ്പിടിക്കുകയും അങ്ങനെ പറ്റിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ അലോയ് ഡ്രമ്മ് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാ ബ്രാൻഡുകളിനകത്തും സ്റ്റീൽ ഡ്രമ്മുകളെന്നാണ് കമ്പനി പറയുന്നത് എങ്കിലും ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗം എല്ലാ ബ്രാൻഡിൻ്റെയും അലൂമിനിയം അലോയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സോപ്പ് പൊടിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഡ്രം ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വർഷത്തിലൊരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു ഡീസ്കെയിലിംഗ് ഏജൻറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വാഷിംഗ് മെഷീനുകൾ ഡീസ്കെയിൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളൊരു വാഷിംഗ് മെഷീൻ നോക്കുമ്പോൾ എല്ലാവരും അതിൻ്റെ എഫിഷ്യൻസി നോക്കുന്നത് അവരുടെ RPM നോക്കിയാണ്. RPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്പിൻ സ്പീഡ് മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുകൾക്ക് കൂടുതലും ഏകദേശം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 750 RPM വരെയാണ് വരുന്നത്. ഈ RPM എന്നുള്ളത് തുണി ഉണക്കുന്നതിനെ മാത്രമേ ബാധിക്കത്തുള്ളൂ, തുണിയുടെ വാഷിംഗ് ക്വാളിറ്റിയെ ഒരിക്കലും ബാധിക്കുന്ന ഘടകമല്ല എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. മിക്ക ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളകത്തും ഇൻവെർട്ടർ മോട്ടറുകളാണ് വരുന്നത്. എന്നാൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനകത്ത് ഇൻവെർട്ടർ മോഡലുകൾ എല്ലാ ബ്രാൻഡുകൾക്കും ഇല്ല. വളരെ ചുരുങ്ങിയ, അതായത് LG, സാംസങ് മുതലായിട്ടുള്ള ചില ബ്രാൻഡുകൾക്ക് മാത്രമേ ഇൻവെർട്ടർ മോട്ടറുകൾ വരുന്നുള്ളൂ. ഇപ്പോൾ ഇൻവെർട്ടർ മോട്ടറുകൾ വരുന്ന വാഷിംഗ് മെഷീനുകൾക്ക് പൊതുവെ വില കൂടുതലാണ്. അവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈബ്രേഷൻ വളരെ കുറവാണ്, വൈദ്യുതി എനർജി എഫിഷ്യൻ്റാണ്, അതേപോലെ തന്നെ വളരെ സൈലൻ്റ് ആയിട്ടാണ് ഈ ഒരു വാഷിംഗ് മെഷീനുകൾ വർക്ക് ചെയ്യുന്നത്. അവയുടെ സൗണ്ട് വളരെ കുറവായിരിക്കും. നമ്മൾ ഈ കൂട്ടത്തിൽ പറയുന്ന ബ്രാൻഡുകൾക്കെല്ലാം നന്നായിട്ട് സർവീസ് അവൈലബിലിറ്റി ഉള്ള ബ്രാൻഡുകളാണ്. അതേപോലെ തന്നെ ഈ സ്പെയർ പാർട്സുകൾ നമുക്ക് നന്നായിട്ട് അവൈലബിൾ ഉള്ള ബ്രാൻഡുകളാണ്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ റിപ്പയർ ചെയ്യാൻ കഴിയുന്ന ബ്രാൻഡുകളുമാണ് ഈ ഒരു കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോടെക് മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. ഹോം അപ്ലയൻസുകളെ കുറിച്ച് പറയുന്ന ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ പൊതുവെ വളരെ കുറവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു
വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെയും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ തന്നെ ഓൺലൈൻ വഴിയായിട്ടാണ് ആമസോണോ ഫ്ലിപ്കാർട്ടോ വഴിയൊക്കെയാണ് നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അഫിലിയേറ്റഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ലിങ്ക് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക. നിങ്ങൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിന് വിലയ്ക്കകത്ത് ഒട്ടും തന്നെ വ്യത്യാസമില്ലാതെ ഞങ്ങൾക്ക് വളരെ ചെറിയ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് അങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള സെല്ലറുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങിക്കാനും സാധിക്കുന്നതാണ്. എന്തായാലും ഏറ്റവും ബെസ്റ്റായ 5 ടോപ്പ് ലോഡ് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകളുടെ കൂട്ടത്തിൽ ഞാൻ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് LG ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെല്ലാം 8 kg കപ്പാസിറ്റി വരുന്ന വാഷിംഗ് മെഷീനുകളാണ്. അപ്പോൾ ഇവയുടെ തന്നെ 7 kg 6 kg 10 kg എല്ലാം വാഷിംഗ് മെഷീനുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് LGയുടെ 5 സ്റ്റാർ സ്മാർട്ട് ഇൻവെർട്ടർ ടർബോട്രം ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണിത്. ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് T80BMB4Z എന്ന് പറയുന്ന മോഡലാണ്. ഇതിനകത്ത് സ്മാർട്ട് ഇൻവെർട്ടർ DC മോട്ടറാണ് വന്നിരിക്കുന്നത്. മറ്റ് വാഷിംഗ് മെഷീനേക്കാൾ 36% എനർജി സേവിങ് ആണ് എന്നാണ് LG അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ ഇൻവെർട്ടർ മോട്ടർ വന്നുകൊണ്ട് തന്നെ വളരെ സൈലൻ്റ് ആയിട്ടാണ് വാഷിംഗ് മെഷീൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വാഷിംഗ് മെഷീൻ്റെ തൊട്ടടുത്ത് നിന്നാൽ പോലും വാഷിംഗ് മെഷീൻ കറങ്ങുന്നതായിട്ട് നമുക്ക് അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. അതേപോലെ തന്നെ ഈ ഒരു വാഷിംഗ് മെഷീനകത്ത് 3 സ്മാർട്ട് മോഷൻ ടെക്നോളജി എന്ന് പറയുന്നൊരു ടെക്നോളജി ഉണ്ട്. ഈ ഒരു ഇൻവെർട്ടർ മോട്ടർ വ്യത്യസ്തമായ 3 രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് വസ്ത്രങ്ങളിലെ അഴുക്കിനെ പരമാവധി ഇളക്കി കളയുന്നു എന്നുള്ളതാണ് LG അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല വാഷിംഗ് ക്വാളിറ്റിയാണ് LGയുടെ വാഷിംഗ് മെഷീനകത്ത് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് ഓട്ടോ റീസ്റ്റാർട്ട് ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ ഈ കൂട്ടത്തിൽ പറയുന്ന എല്ലാ വാഷിംഗ് മെഷീനകത്തും ഓട്ടോ റീസ്റ്റാർട്ട് ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതായത് എന്തെങ്കിലും കാരണവശാൽ പവർ കട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ നിന്നത് അവിടെ നിന്ന് തന്നെ ആ വാഷിംഗ് മെഷീൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന എന്നുള്ളതാണ്. പണ്ട് കാലത്തുള്ള വാഷിംഗ് മെഷീനൊക്കെ ഈ ഓട്ടോ റീസ്റ്റാർട്ട് സിസ്റ്റം അല്ലെങ്കിൽ മെമ്മറി സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ഇല്ലായിരുന്നു. വാഷിംഗ് എവിടെയാണോ നിന്ന് എന്നാലും വീണ്ടും അടുത്ത പ്രാവശ്യം ആദ്യം മുതൽ വീണ്ടും വാഷിംഗ് തുടങ്ങുന്ന ഒരു രീതിയായിരുന്നു ഉള്ളത്. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വാഷിംഗ് മെഷീനകത്തും ഓട്ടോ റീസ്റ്റാർട്ട് ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഈ ഒരു വാഷിംഗ് മെഷീനകത്ത് 8 വാഷിംഗ് പ്രോഗ്രാം ഉണ്ട്. അതേപോലെ സ്മാർട്ട് ഡയഗ്നോസിസ് ആണ്. സ്മാർട്ട് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കംപ്ലൈൻറ്റ് എന്താണെന്ന് എറർ കോഡിനകത്തൂടെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കുകയും ഇതിൻ്റെ ആപ്പിനകത്തൂടെ കംപ്ലൈൻറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീന് 2 ഇയറാണ് ഫുൾ വാറൻറ്റി എന്ന് പറയുന്നത്. ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ മോട്ടറിന് 10 വർഷമാണ് കമ്പനി വാറൻറ്റി നൽകുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ നോൺ വൈഫൈ മോഡൽ 8 kgക്ക് ഏകദേശം 21,900 രൂപയും 7.5 kgക്ക് ഏകദേശം 20,500 രൂപയും അതേപോലെ തന്നെ 7 kgക്ക് ഏകദേശം 19,900 രൂപയുമാണ് വില വരുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന നല്ലൊരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണ് LG എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ ഞാൻ അടുത്തതായിട്ട് രണ്ടാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാംസങ് ആണ്. സാംസങ്ങിൻ്റെ 8 kg 5 സ്റ്റാർ AI വൈഫൈ ഡിജിറ്റൽ ഇൻവെർട്ടർ ടോപ്പ് ലോഡ് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണിത്. ഇതിനകത്ത് AI വാഷ് ആണെന്നാണ് പറയുന്നത്. നമ്മളൊരു വാഷിംഗ് മെഷീൻ അത് തുണി ഇട്ട് കഴിഞ്ഞാൽ എത്ര ലോഡുള്ള എത്ര തുണി ഇട്ട് അതേപോലെ തന്നെ ഏത് തരം ഫാബ്രിക്കാണ് ആ തുണി എന്നുള്ളതും അതേപോലെ തന്നെ എത്ര വെള്ളം എടുക്കണമെന്നുമുള്ളതുമൊക്കെ സെൻസ് ചെയ്ത് ഈ വാഷിംഗ് മെഷീൻ തന്നെ അതിൻ്റെ രീതിയിലാണ് എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ AI എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ്. നമ്മൾ ഈ പറയുന്ന എല്ലാ വാഷിംഗ് മെഷീനകത്തും ഇങ്ങനെ തന്നെയാണ്. ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഒരു 10 വർഷമായിട്ടുള്ള എല്ലാ വാഷിംഗ് മെഷീനകത്തും ഇത്തരം സെൻസറുകളൊക്കെ തന്നെ ഉണ്ട്. വാട്ടർ ലെവൽ സെൻസ് ചെയ്യാനും അതേപോലെ തന്നെ ലോഡ് സെൻസ് ചെയ്യാനുമുള്ള സെൻസറുകൾ ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ ഇവരൊരു മാർക്കറ്റിംഗ് ജിമ്മിക്കിന് വേണ്ടി ഒരു AIയെയും കൂടെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്തും DC ഇൻവെർട്ടർ മോട്ടറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ട് ഏകദേശം 20% എനർജി സേവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് സാംസങ് പറയുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് AIVRT ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. വൈബ്രേഷൻ റിഡക്ഷൻ ടെക്നോളജി എന്നാണ് VRTയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതായത് ഈ വാഷിംഗ് മെഷീൻ തുണി കഴുകുമ്പോഴുള്ള വൈബ്രേഷനെ വളരെ ചുരുക്കി വളരെ സൈലൻ്റായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു എന്നാണ് സാംസങ് പറയുന്നത്. അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ തന്നെ പേറ്റൻറ്റഡ് ആയിട്ടുള്ള ഇക്കോ ബബിൾ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. അതായത് ഇതിനകത്ത് ബബിൾ സ്റ്റോമുകളുണ്ട്, അല്ലെങ്കിൽ ലിക്വിഡിനെ ബബിളുകളാക്കി മാറ്റാൻ വേണ്ടി ഇവയുടെ ഡിറ്റർജൻറ്റ് ബോക്സിൻ്റെ സമീപം തന്നെ ഒരു പ്രത്യേക സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ
ഡിറ്റർജൻറ്റിനെയും വെള്ളത്തെയും കൂടെ മിക്സ് ചെയ്ത് ബബിൾസുകളായിട്ട് രൂപീകരിക്കുകയും ഈ ബബിൾസുകൾ നമ്മുടെ നോർമൽ വാഷിംഗ് മെഷീനുകളെക്കാൾ കൂടുതൽ നന്നായി വസ്ത്രങ്ങളിലെ അഴുക്കിനെ വേർതിരിച്ച് കളയുകയും ചെയ്യുമെന്നാണ് സാംസങ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നത് കൊണ്ട് 11% വെള്ളം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ വസ്ത്രങ്ങളെ 20% മറ്റ് വാഷിംഗ് മെഷീനുകളെക്കാൾ 20% കൂടുതൽ കെയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നാണ് സാംസങ് പറയുന്നത്. ഇത് 700 RPM റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് 12 വാഷിംഗ് മോഡുകൾ വരുന്നുണ്ട്. ഇപ്പോൾ 8 kg വൈഫൈ മോഡലിന് ഏകദേശം 21,900 രൂപയാണ് വില വരുന്നത്. ഇപ്പോൾ വൈഫൈ ഇല്ലാത്ത മോഡലിന് 20,500 രൂപയാണ് വില വരുന്നത്. ഇതിൻ്റെ 7 kg നോൺ വൈഫൈ മോഡലിന് ഏകദേശം 18,700 രൂപയാണ് വില വരുന്നത്. നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ കഴിയുന്ന നന്നായി സർവീസ് അവൈലബിലിറ്റി ഉള്ള 2 ബ്രാൻഡുകളാണ് ഈ LGയും സാംസങ്ങും എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും ഇവയ്ക്ക് സർവീസ് ശൃംഖലകൾ ലഭ്യമാണ്. അതേപോലെ തന്നെ 24 മണിക്കൂറിനുള്ളിൽ ഇവയുടെ സർവീസ് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഈ ഒരു കൂട്ടത്തിൽ ഞാൻ മൂന്നാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് IFB ആണ്. നമ്മളിതിന് മുമ്പ് പറഞ്ഞ 2 എണ്ണത്തിനകത്തും ഇൻവെർട്ടർ മോട്ടറുകളാണ് വന്നിരിക്കുന്നത്. വളരെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി പറയുന്ന ബ്രാൻഡുകളിൽ ഇൻവെർട്ടർ മോട്ടറുകളല്ല ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് IFB ആണ്. IFBയുടെ 8 kg 5 സ്റ്റാർ ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുകളാണിവ. IFBയും ഈ ഒരു വാഷിംഗ് മെഷീനെ AI പവേർഡ് വാഷിംഗ് മെഷീൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ AIയുടെ സഹായത്തോടെ നമുക്ക് ആവശ്യമായിട്ടുള്ള വാഷിംഗ് ഓപ്ഷൻ ഈ ഒരു IFBയുടെ വാഷിംഗ് മെഷീൻ തന്നെത്താനെ സെലക്ട് ചെയ്യപ്പെടുന്നു എന്നാണ് IFB പറയുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വൈബർ സീൽഡ് സൈഡ് പാനലുകളാണ്. അത് ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ വൈബ്രേഷനെ വളരെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുകയും വളരെ നോയ്സ്ലെസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് IFB പറയുന്നത്. ഇത് IFBയുടെ പുതിയ ഒരു മോഡൽ വാഷിംഗ് മെഷീനാണ്. ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ IFBയുടെ വന്നിരുന്നത് ഈ ഒരു മോഡലല്ലായിരുന്നു. ചില അപാകതകളുള്ളൊരു മോഡലായിരുന്നു. അത് കുറച്ചും കൂടി വലിയ വാഷിംഗ് മെഷീനായിരുന്നു നേരത്തെ വന്നിരുന്നത്. ഈർപ്പമുള്ള സമയത്തൊക്കെ എർത്തിങ് വരുന്ന പ്രശ്നമൊക്കെ ആ ഒരു പഴയ വാഷിംഗ് മെഷീനകത്ത് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി വളരെ നല്ല ഡിസൈനിൽ, വളരെ ചെറിയ ക്യൂട്ടായിട്ടുള്ള ഡിസൈനിൽ, വളരെ വൈബ്രേഷൻ ഫ്രീ ആയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അക്വ എനർജി ടെക്നോളജി എന്ന് പറയുന്ന ഒരു IFBയുടെ പേറ്റൻ്റ് ആയിട്ടുള്ള ടെക്നോളജി ഒരു വാഷിംഗ് മെഷീനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അക്വ എനർജി ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ ജലത്തിനകത്തുള്ള കാൽസ്യം അയോണുകളെ ഡീആക്ടിവേറ്റ് ചെയ്യുകയും അപ്പോൾ ഹാർഡ് വാട്ടറിനെ സോഫ്റ്റ് വാട്ടറാക്കി മാറ്റുകയും ഈ വെള്ളത്തിന് തുണിയിലെ അഴുക്കിനെ ഇളക്കാനുള്ള കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന IFBയുടെ പേറ്റൻ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഈ അക്വ എനർജി ടെക്നോളജി എന്ന് പറയുന്നത്. ഇത് വളരെ ഫലവത്തായിട്ടുള്ള ഒരു വാഷിംഗ് ടെക്നോളജിയാണ്. IFBയുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ ഈ ഒരു കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വാറൻറ്റി കൂടിയത് IFBയുടെ വാഷിംഗ് മെഷീനാണ്. 4 ഇയർ ഫുൾ വാറൻറ്റിയും അതേപോലെ തന്നെ 10 വർഷം മോട്ടോർ വാറൻറ്റിയും അതേപോലെ തന്നെ 10 വർഷം സ്പെയർ പാർട്ട് സപ്പോർട്ടും IFB നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല സർവീസ് നെറ്റ്വർക്കുള്ള ബ്രാൻഡ് തന്നെയാണ് IFB എന്നുള്ളത്. നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കമ്പനിക്കാർ കൊണ്ടുവരുന്ന പ്രോഡക്റ്റുകളൊന്നും നമ്മൾ വാങ്ങിക്കാതിരുന്നാൽ മതി. ഇതിൻ്റെ കൂടെയൊക്കെ സ്റ്റെബിലൈസർ എന്നൊക്കെ പറഞ്ഞ് ചില സാധനങ്ങൾ അവന്മാർ കൊണ്ടുവരും. 4000 രൂപ 3000 രൂപയാണ് വില വരുന്നത്. ഒരു കാര്യവുമില്ലാത്ത സാധനമാണ്. ആ പ്രോഡക്റ്റുകളൊന്നും IFBയുടെ വാഷിംഗ് മെഷീനാണ് വാങ്ങിക്കുന്നത് എങ്കിൽ നിങ്ങൾ വാങ്ങിക്കേണ്ട. അപ്പോൾ നമ്മുടെ പുറത്തെ മാർക്കറ്റിലൊക്കെ ഇവർ വിൽക്കുന്ന സാധനങ്ങൾക്ക് ഇതിൻ്റെ 4-1 3-1 വില മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. ഈ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു വാഷിംഗ് മെഷീനാണ് IFB എന്ന് പറയുന്നത്. ഈ ഒരു കൂട്ടത്തിൽ അടുത്തതായിട്ട് 4-മതായിട്ട് കൊടുത്തിരിക്കുന്നത് ബോഷാണ്. ബോഷിൻ്റെ 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് ഇത് എന്ന് പറയുന്നത്. വളരെ നല്ല ബിൽഡ് ക്വാളിറ്റിയും കൂടുതൽ കാലം ഈട് നിൽക്കുകയും ചെയ്യുന്ന ഒരു വാഷിംഗ് മെഷീനാണ് ബോഷ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വാട്ടർ ഇഞ്ചക്ഷൻ ഫ്ലോ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനകത്ത് 10 വാഷിംഗ് ഓപ്ഷനുകളാണ് ഉള്ളത്. ഈ ഒരു വാഷിംഗ് മെഷീൻ 8 കിലോയുടേന് ഏകദേശം 19,500 രൂപയാണ് വില വരുന്നത്. 2 വർഷമാണ് ഫുൾ വാറൻറ്റി വരുന്നത്. 10 വർഷമാണ് ഇതിൻ്റെ മോട്ടറിന് വാറൻറ്റി നൽകുന്നത്. ബോഷിനെ സംബന്ധിച്ചോളം ഏറ്റവും ഉയർന്ന ഗുണനിലവാരമുള്ള വാഷിംഗ് മെഷീനാണ്. ഇവയ്ക്ക് ആകെപ്പാടുള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത് ഇവയുടെ സർവീസ് അവൈലബിലിറ്റി ഭയങ്കര പാടാണ്. സർവീസ് കോസ്റ്റ് മറ്റ് വാഷിംഗ് മെഷീനുകളെ അപേക്ഷിച്ച് ഇരട്ടിയേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഒരു വട്ടം തന്നെ വിസിറ്റ് ചെയ്യുന്നതിന് 750 1000 രൂപയാണ് ഇവരുടെ ചാർജ് ഈടാക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ നമുക്ക് 4-ാം സ്ഥാനത്തേക്ക് മാറ്റേണ്ടി വന്നത്. ഈ ഒരു കൂട്ടത്തിൽ 5-മത് അല്ലെങ്കിൽ ഫൈനലായിട്ട് ഞാൻ പറയുന്നത് വേർപൂളാണ്. വേർപൂളിൻ്റെ 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണിത്.
ഇത് 740 RPM-ലാണ് ഇതിൻ്റെ സ്പിൻ സ്പീഡ് എന്ന് പറയുന്നത്. ഈ ഒരു വാഷിംഗ് മെഷീനകത്ത് 10 വാഷിംഗ് പ്രോഗ്രാമുകളാണ് വന്നിരിക്കുന്നത്. സീറോ പ്രഷർ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. സീറോ പ്രഷർ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിൽ നിന്ന് വളരെ പ്രഷർ കുറഞ്ഞ രീതിയിലാണ് വാഷിംഗ് മെഷീൻ അകത്തോട്ട് വെള്ളം വരുന്നത് എങ്കിലും പൈപ്പിൽ നിന്നും പ്രഷറിൽ വെള്ളത്തിന് വലിച്ചെടുത്ത് നമുക്ക് വാഷിംഗ് മെഷീന് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണിത്. ചില ബ്രാൻഡുകൾക്കൊന്നും ഇങ്ങനെയുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അബദ്ധവശാൽ വെള്ളം വരുന്നില്ല എങ്കിൽ ഈ ഒരു വാഷിംഗ് മെഷീനുകളുടെയൊക്കെ ബോർഡ് കംപ്ലൈൻ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വളരെ നല്ലൊരു ടെക്നോളജിയാണ് ഈ സീറോ പ്രഷർ ടെക്നോളജി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സിക്സ്ത് സെൻസ് ടെക്നോളജി എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വസ്ത്രങ്ങളുടെ വെയിറ്റ്, അതേപോലെ തന്നെ ഫാബ്രിക് ഏത് ടൈപ്പാണ്, അതേപോലെ ഏത് വാഷ് സെലക്ട് ചെയ്യണം മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ വാഷിംഗ് മെഷീൻ തന്നെ സെൻസ് ചെയ്ത് സെലക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് നോൺ ഇൻവെർട്ടർ മോട്ടറുകളാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ വേർപൂളിനും സർവീസ് അവൈലബിലിറ്റി വളരെ കൂടുതലാണ്. വളരെ നന്നായിട്ട് കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ സർവീസ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ 8 kgയുടെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം 18,500 രൂപയാണ് വില വരുന്നത്. അതുപോലെ തന്നെ ഇതിന് 7 kgക്ക് ഏകദേശം 17,000 രൂപയാണ് വില വരുന്നത്. 2 വർഷമാണ് ഫുൾ വാറൻറ്റി എന്ന് പറയുന്നത്, 10 വർഷമാണ് മോട്ടോർ വാറൻറ്റി എന്ന് പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾ വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്ഥലം കറക്റ്റായിരിക്കുക. വളരെ നിരപ്പായ സ്ഥലമായിരിക്കണം. അതേപോലെ തന്നെ ഈർപ്പമില്ലാത്ത, വെള്ളത്തിൻ്റെ അംശം തീരെയില്ലാത്ത സ്ഥലമായിരിക്കണം. പുറത്തോട്ട് ഓപ്പണായിട്ടുള്ള ഭാഗങ്ങളില്ലാത്ത സ്ഥലമാവുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ വേസ്റ്റ് വെള്ളം പുറത്തോട്ട് പോകാനുള്ള ഓവ് ഓൾറെഡി ഇട്ടിരിക്കുക. അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ സ്ഥാപിക്കാനുള്ള പൈപ്പും നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വാഷിംഗ് മെഷീൻ പർച്ചേസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കമ്പനിക്കാർ വന്ന് അത് കൃത്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ ഫങ്ഷൻ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. അത് മനസ്സിലാക്കി വെച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.